നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എം.വി. ഗോവിന്ദൻ നെട്ടോട്ടത്തിലാണ്. പേടിച്ചരണ്ട് ഒരു മൂലയ്ക്ക് ഒളിക്കാൻ പറ്റുമോ എന്ന് പരതി നടക്കുകയാണ്. എലിപ്പത്തായത്തിൽ തല കുടുങ്ങിയതുപോലെ ശരീരഭാഗങ്ങൾ പുറത്തേക്ക്. ശ്വാസം മുട്ടുന്നു എം.വി. ഗോവിന്ദന്. എന്നാൽ പാതി വഴിക്കിട്ടിട്ട് ഓടാനും കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഭീഷണിയുടെ സ്വരമൊക്കെ എം.വി. ഗോവിന്ദന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിപ്പോൾ പെണ്ണുങ്ങളോടായാലും കുഴപ്പമില്ല, ഭീഷണിയെങ്കിൽ ഭീഷണി. ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എം.വി. ഗോവിന്ദൻ. താലി അറുക്കപ്പെട്ട പെണ്ണിന് നേരെ ചീറിയെടുത്ത് ഗോവിന്ദന്റെ ആക്രോശമായിരുന്നല്ലോ CBIയെ വിളിച്ചു പോകരുതെന്ന്. ഗോവിന്ദന്റെ മാഫിയ കുടുംബത്തോട്ട് നീളുന്ന കഥകളുടെ കെട്ടഴിയുമെന്ന ഭയമാണ് അതിന് പിന്നിലെന്ന് കണ്ണൂരിലെ CPMകാർ പോലും അടക്കം പറയുന്നു. പാർട്ടി സെക്രട്ടറി മാത്രമാണോ ഗോവിന്ദൻ? അല്ല, അതൊരു മറ മാത്രമാണ്. നാട് വിടാൻ 30 കോടി രൂപ സ്വപ്ന സുരേഷിന്റെ തലയ്ക്ക് വില പറഞ്ഞ കഥ പുറത്തു വന്നിടത്ത് മലയാളിക്ക് ബോധ്യപ്പെട്ടതാണ് ഗോവിന്ദൻ വമ്പൻ സ്രാവാണെന്ന്. ഗോവിന്ദനെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വന്നതായി അറിയാമോ? ഗോവിന്ദൻ മാധ്യമങ്ങളെയും വിലക്കെടുത്തിരിക്കുന്നു എന്നുള്ള ആരോപണം ശക്തമാകുന്നു. പിണറായിയെ ജനം കല്ലെറിയുമ്പോൾ അത് കണ്ട് ഉള്ളിൽ ആസ്വദിക്കുന്ന ഒരാളാണ് ഗോവിന്ദൻ. പിണറായിയും കുടുംബവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നത് ജനം ചർച്ചയാക്കുമ്പോൾ അതിന്റെ മറവിൽ കുടുംബത്തോടെ കേരളം കട്ടുതിന്നുന്ന മറ്റൊരു കുടുംബമാണ് ഗോവിന്ദന്റേത്. CBI വരുന്നുവെന്ന് കേട്ടപ്പോഴേ കട്ടുതിന്നുന്നത് തൊണ്ടയിൽ കുടുങ്ങി. പിന്നീട് ഇങ്ങോട്ട് പരാക്രമമായിരുന്നു. CBI വന്നു പോകരുത്, CBI കൂട്ടിലടച്ച തത്തയാണ്. ഒരു വശത്ത് നവീൻ ബാബു വിഷയത്തിൽ CBI അന്വേഷണം വരുന്നത്, അതിൽ വിറളി പിടിച്ചു നടക്കുമ്പോഴാണ് പാർട്ടിയിലെ പല ജില്ലകളിലായി നടക്കുന്ന കൂട്ടയടികൾ. അങ്ങനെ ആകെ കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ് ഗോവിന്ദന്. ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ കഴിയില്ല. നവീൻ ബാബുവിന്റെ സംശയകരമായ മരണം സംബന്ധിച്ച് CBI മാത്രം അന്വേഷിച്ചുകൂടാ എന്ന് എം.വി. ഗോവിന്ദൻ എന്തുകൊണ്ടാണ് ശാഠ്യം പിടിക്കുന്നത്? ഗോവിന്ദനോട് മാത്രമല്ല, മലയാള മനോരമയോടും എനിക്ക് ഇതേ ചോദ്യം തന്നെ ചോദിക്കാനുണ്ട് എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ് ശക്തിധരൻ. എന്തുകൊണ്ടാണ് മനോരമ ഈ വിഷയത്തിൽ പൊടുന്നനെ ഒരു നനഞ്ഞ പടക്കമായത്? മനോരമയുടെ ചാഞ്ഞും ചരിഞ്ഞുമുള്ള നിൽപ്പ് കാണുമ്പോൾ ഭയം തോന്നുന്നു. വിഹുലതയാർന്ന മുഖപടവുമായി കഴിയുന്ന മഞ്ജുഷയെയും മനോരമ ചതിക്കുമോ? ഫിലിപ്പ് മാത്യുവിനോട് തന്നെ ചോദിക്കട്ടെ. കേസ് ഡയറി ഹാജരാക്കണമെന്ന ഹൈക്കോടതിയുടെ സുപ്രധാന തീരുമാനം മനോരമയുടെ നവംബർ 10 പത്രത്തിൽ അപ്രധാനമായി 10ാം പേജിൽ കൊണ്ട് തള്ളിയത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള അശരീരി പോലെ കൽപ്പിച്ചതുകൊണ്ടാണോ? ആ വാർത്ത ശവപ്പറമ്പിൽ കൊണ്ട് തള്ളാൻ ആരുമായിട്ടായിരുന്നു ഡീല്? അതേ വാർത്ത മാതൃഭൂമിയിൽ അന്ന് തന്നെ 1ാം പേജിൽ 3 കോളം പ്രാധാന്യത്തിലാണല്ലോ വന്നത്. ഇതെന്ത് സുതാര്യം മാധ്യമ പ്രവർത്തനം! പത്രം ഉടമയ്ക്ക് കോടികൾ കൊണ്ട് തള്ളിക്കൊടുത്താൽ ഏത് ജട്ടിയും പാകത്തിന് മുറിച്ചു കൊടുക്കുന്ന പത്രപ്രവർത്തനമാണോ ഫിലിപ്പ് മാത്യുവിൻ്റേത്? എന്തായാലും ആ സാധനം ഇടയ്ക്കൊന്ന് കഴുകിയേക്കണമെന്ന് ധർമ്മപുരാണത്തിൽ OV വിജയൻ പറഞ്ഞിരുന്നതാണല്ലോ. ഞാനൊരു സാധാരണ വായനക്കാരൻ മാത്രമാണ്. CPMലെ ദുഷിപ്പ് ദുസ്സഹമായിരിക്കുകയാണ് എന്നത് സത്യമാണ്. അത് ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കീഴ്ശ്വാസം നിലയ്ക്കുന്നില്ല. അപ്പോൾ ഇനിയും നാറും. ധർമ്മപുരിയിലെ ഭരണാധികാരിയായ പ്രജാപതിയെയും അയാളുടെ അശ്ലീലം നിറഞ്ഞ അധികാര പ്രയോഗത്തിന് കൂട്ടുനിൽക്കുന്ന ആശ്രിതരെയും വെള്ളം കുടിപ്പിക്കും. അണക്കെട്ടുകൾ ഒന്നൊന്നായി പൊട്ടുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള ഖലാസികൾ ഇത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. അവിടെ പൊട്ടുന്നു, ഇവിടെ പൊട്ടുന്നു. പത്രം നിറയെ വാർത്തയേ ഉള്ളൂ. ധർമ്മപുരാണത്തിലെ നാറ്റമറിയാത്ത പ്രജാപതിയുടെ ഭക്തർ ഇപ്പോഴും പ്രജാപതിക്ക് ജയഭേരി മുഴക്കി ആർപ്പ് വിളിക്കുന്നു. അതിലൊരാളാവരുത് ഫിലിപ്പ് മാത്യു. എം.വി. ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ഇന്നേ വരെ ഒരക്ഷരം അദ്ദേഹത്തിനെ വിമർശിച്ച് മനോരമ എഴുതിയിട്ടുണ്ടോ? എം.വി. ഗോവിന്ദനെ വെറുതെ വിട്ടേക്കണമെന്ന് ഏത് സ്വർണ്ണക്കടക്കാരനാണ് മനോരമയോട് കൽപ്പിച്ചിരിക്കുന്നത്? എം.വി. ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോൾ അതിനെ പ്രകീർത്തിച്ച് ആദ്യം തന്നെ സമൂഹ മാധ്യമത്തിൽ എഴുതിയ ഒരാളാണ് ഞാൻ. എനിക്ക് നേരിട്ട് അറിവുള്ള നേതാവാണ് അദ്ദേഹം. എത്രയോ കാലം പാർട്ടിയെ നയിക്കാൻ പോന്നവൻ. വിഭാഗീയതയ്ക്ക് അതീതമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് എറണാകുളത്തെ താപ്പാനകൾ ഒന്നടങ്കം അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്ന് ഞാൻ കരുതി. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ നാട് വിടാൻ 30 കോടി രൂപ സ്വപ്ന സുരേഷിന്റെ തലയ്ക്ക് വില പറയുന്നിടത്തോളം ആ ചീള് ചെക്കൻ എത്തിയെന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ അമ്പരന്നു.
പിന്നീട് തുരതുര ആരോപണങ്ങളുടെ ഘോഷയാത്ര കണ്ടപ്പോൾ ഞാൻ കണ്ടത് മുക്കുപണ്ടമാണെന്ന് മനസ്സിലായി. സംസ്ഥാന സെക്രട്ടറിയായി ഇദ്ദേഹത്തെ തന്നെ കണ്ടുവച്ചിരുന്ന ഉപജാപക സംഘം സടകുടഞ്ഞെണീറ്റ് തടസ്സങ്ങൾ നീക്കിയപ്പോൾ കൂടുതൽ വ്യക്തമായി. അതിനിടെയാണ് ആത്മകഥാ വിവാദം പുറത്തു ചാടിയത്. പ്രജാപതിക്ക് ഇത് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിൽ എത്തിച്ചത് ആരായിരുന്നു? അതിനിടെ ആത്മകഥാ ഉപജാപങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് പോലീസ് സേന ആദ്യം വരച്ച ഭൂപടം മാറ്റി വരയ്ക്കേണ്ടി വന്നപ്പോൾ വാദി പ്രതിയായി. ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ സേനയുടെ കയ്യിലുള്ള ചില വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയപ്പോൾ ഏറെ ചെന്നപ്പോൾ പ്രജാപതിക്ക് കലശലായി മുട്ടല് തുടങ്ങി. രാജകീയ ദർബാറിനിടയിൽ സിംഹാസനത്തെ വിറകൊള്ളിച്ചുകൊണ്ട് കീഴ്ശ്വാസം അനർഗള നിർഗളം ബഹിർഗമിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്തേക്ക് വമിച്ച ദുർഗന്ധത്താൽ ദർബാറിലിരുന്ന പൗരപ്രമുഖരുടെയും എല്ലാവരുടെയും സേനാ നായകന്റെയും മനം പുരട്ടുന്നു. പക്ഷേ പ്രജാപതിയുടെ കീഴ്ശ്വാസം അത് രാജകീയ ശ്വാസമാണല്ലോ. എന്തൊക്കെ കഥകളാണ് മാധ്യമങ്ങൾ ചമച്ചു വിടുന്നത്. ജി സുധാകരൻ ഇടഞ്ഞു തന്നെ എന്നൊക്കെയാണ് പത്രങ്ങൾ കഥ ചമയ്ക്കുന്നത്. പ്രത്യേകിച്ചും മാധ്യമ നിരൂപകൻ ജയശങ്കറിന് സഹിക്കുന്നില്ല. എനിക്കേറെ ബഹുമാനമുള്ള മാധ്യമ നിരൂപകനാണ് ജയശങ്കർ. ഒരു ചെറിയ സംശയം, ഇത് ജി സുധാകരനല്ലേ 3 തവണയെങ്കിലും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ കയ്യിൽ വെച്ച് അമ്മാനമാടിയത്? തിരുവായ്ക്ക് എതിർവാ ഇല്ലായിരുന്നുവല്ലോ അന്നും. അഴിമതിരഹിതൻ എന്ന ഖ്യാതി ഒട്ടും കുറച്ച് കാണുന്നുമില്ല. പക്ഷേ ഇപ്പോൾ കുറെ സർവകലാശാലകളിലെ പാർട്ടി നേതാക്കളുടെ പ്രിയ പത്നിമാരുടെ അത്രയുമോ അതിലേറെയോ കെട്ട ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് സ്വന്തം പത്നിയുടെ കാര്യത്തിലും കേൾക്കേണ്ടി വന്നത്? എല്ലാം കൊണ്ടും ജഗ പോകാം. എനിക്ക് തുറന്നെഴുത്തേ വശമുള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. പ്രത്യേകിച്ചും അതാണ് ഇന്ന് വേണ്ട ഭാഷ. പറ്റുന്നില്ലെങ്കിൽ എഴുതാതിരിക്കും, പക്ഷേ വഞ്ചിക്കാനാകില്ല. ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത്. പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ടാണ് ശക്തിധരൻ CPM-നെ കടന്നാക്രമിച്ചിരിക്കുന്നത്. ശക്തിധരൻ കൃത്യമായി ലക്ഷ്യം വെച്ചിരിക്കുന്നത് MV ഗോവിന്ദനെയാണ്. MV ഗോവിന്ദൻ എന്തിനാണ് CBI അന്വേഷണത്തെ ഭയക്കുന്നത് എന്നുള്ള ചോദ്യം ശക്തമാണ്. MV ഗോവിന്ദന്റെ കുടുംബത്തിന് സ്വർണ്ണക്കടത്തുകാരുമായും കള്ളപ്പണ ഹവാല ഇടപാടുകാരുമായും പെട്രോൾ പമ്പ് മാഫിയകളുമായും ക്വാറി മാഫിയകളുമായും ഒക്കെ ബന്ധമുണ്ടെന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമായി പുറത്തേക്ക് വരികയാണ്. PP ദിവ്യ അഴിക്കുള്ളിലായാൽ അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നത് ഗോവിന്ദന്റെ കുടുംബത്തിലെ പലരുടെയും പേരുകളാണോ? അത്തരത്തിൽ കണ്ണൂർ CPM-ൽ പോലും അടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഗോവിന്ദൻ മാധ്യമങ്ങളുടെ വായടയ്ക്കാൻ എച്ചിൽ കഷ്ണം എറിഞ്ഞു കൊടുക്കുന്നുവെന്ന വലിയ ആരോപണമാണ് ഇപ്പോൾ ശക്തിധരൻ ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.